ലോകപതിയാകാതി യാഗം ദീക്ഷിച്വാനതുകാലം അശ്വമേധേനാന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടകർമ്മം ഋഷി ശൃംഗനാൽ ചെയ്യപ്പെട്ടു. ഇന്ന് കർക്കിടകം 2 രാമായണ മാസം. കാലം ഒരുപാട് മാറി, തലമുറകൾ പലതും കഴിഞ്ഞു. ആളുകളുടെ ചിന്തകളും ജീവിത രീതികളും പുതിയ വഴികൾ തേടിപ്പോയി. പക്ഷേ പയ്യന്നൂർ വില്ലേജ് ഓഫീസ് റോഡിലെ കളരിവളപ്പിൽ ദേവിയമ്മയുടെ വീട്ടിൽ മാത്രം ഒരു 74 വർഷത്തെ കർക്കിടക മാസത്തെ രാമായണത്തിന്റെ ഓർമ്മയ്ക്ക് ഇന്നും ഒരു മാറ്റവുമില്ല. ദേവിയമ്മയ്ക്ക് 5ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു. പഠനം അവസാനിച്ച ആ ദിവസങ്ങളിൽ മകളുടെ സങ്കടം മാറ്റാൻ അച്ഛൻ ഉദിനൂക്കാരൻ കോരൻ ഒരു കർക്കിടക സന്ധ്യയ്ക്കാണ് ഈ പുസ്തകം കൈകളിൽ ഏൽപ്പിക്കുന്നത്. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ ആ രാമായണവും കൃഷ്ണപ്പാട്ടുമായിരുന്നു പിന്നീട് ദേവിയമ്മയുടെ ലോകം. ഇത് ഞാൻ ചെറുപ്പത്തിലേ അത്രയും ഞാൻ പഠിച്ചിട്ടുള്ളൂ. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു, ഈ പുസ്തകം ഒന്ന് കേൾക്കണമായിരുന്നു എന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തപ്പി വായിച്ചപ്പം വായിക്കുമ്പോൾ തന്നെ അത് ശരിക്കും ഇപ്പം നല്ലതായിട്ട് വായിക്കാൻ എനിക്കാവുന്നില്ലല്ലോ. അങ്ങനെ വായിച്ചു, അത്ര തന്നെ. അത് ഈ ഇപ്പം ഇടക്കാലം കുഞ്ഞുങ്ങളെല്ലാം പ്രസവിക്കുമ്പോൾ ഒന്നും വായിക്കൂല. പിന്നെ ഒഴിവ് ഇപ്പം കുറേ കാലം കുഞ്ഞുങ്ങൾ വളർന്നില്ലേ, വിടാണ്ട് വായിക്കും. കൃഷ്ണപാട്ടും വായിക്കും. കൃഷ്ണപാട്ട് വായിക്കാൻ വിഷമില്ല, അത് വേഗം വായിക്കാൻ കിട്ടും. ഇത് ലേശം ഒരക്ഷരം തെറ്റിയാൽ പിന്നെ കിട്ടൂല, തപ്പി പോവും. താളുകൾ കീറിത്തുടങ്ങി, അക്ഷരങ്ങൾ പലതും മാഞ്ഞുപോയി. പുതിയൊരു പുസ്തകം വാങ്ങിത്തരാമെന്ന് മക്കൾ പലവട്ടം പറഞ്ഞിട്ടും ദേവിയമ്മ സമ്മതിച്ചില്ല. കാരണം അവർക്കറിയാം, പുതിയ താളുകളിൽ ഈ പഴയ പുസ്തകത്തിന്റെ മണമോ അച്ഛന്റെ സ്നേഹത്തിന്റെ സ്പർശമോ ഉണ്ടാവില്ലെന്ന്. അച്ഛൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ 10 വയസ്സില്ലേലും വാങ്ങിത്തന്നാണ്. എനിക്കിപ്പോൾ 84 വയസ്സായി. 74 കൊല്ലമായി ഈ പുസ്തകം കൊണ്ട് ഞാൻ പൂജിക്കുന്നു. പുസ്തകം മാറ്റിയിട്ടില്ല. ഇത് ചെറിയ അക്ഷരല്ലേ, നോക്കടാ കുഞ്ഞി, നോക്ക്. അത് ഇന്നും ഉണ്ടത്രേ. കൃഷ്ണപാട്ടും വായിക്കും, കർക്കിടം മുഴുവനും ഇത് വായിക്കും. ചിങ്ങമാസം പറഞ്ഞാൽ പിന്നെ ചിങ്ങം 1 കൃഷ്ണപാട്ട് വായിക്കും. പിന്നെ ഈ 2 എടുത്തിട്ട് മെല്ലെ നല്ല ബന്ധസിലായിട്ട് പെട്ടിയിലാടോ വെച്ച് പൂട്ടും. ഇല്ല, മാറ്റിയിട്ടില്ല, ഇതുവരെ മാറ്റിയിട്ടില്ല. നീണ്ട 56 വർഷം. അച്ഛൻ മരിക്കുന്നതുവരെ ദേവിയമ്മ ആ രാമായണം അച്ഛനെ വായിച്ചു കേൾപ്പിച്ചു. പിന്നീട് കേൾവിക്കാരനായി ഭർത്താവ് അക്കരക്കാരൻ നാരായണനെത്തി. ഇന്ന് അവരെല്ലാം ഓർമ്മയായപ്പോഴും പയ്യന്നൂരിലെ ഈ സന്ധ്യകളിൽ ദേവിയമ്മയുടെ വായന കേൾക്കാൻ മക്കളും പേരക്കുട്ടികളും കാതോർത്തിരിക്കുന്നു. ചില പുസ്തകങ്ങൾ വെറും കടലാസുകളല്ല, അവ സ്നേഹത്തിന്റെ, ഓർമ്മകളുടെ ജീവനുള്ള സ്മാരകങ്ങളാണ്. 74 വർഷത്തിന്റെ ഈ പുണ്യം ദേവിയമ്മയുടെ കൈകളിൽ ഇനിയും ഭദ്രമായിരിക്കും. അക്ഷരങ്ങളിലെ ആ അച്ഛന്റെ സ്നേഹത്തോടൊപ്പം. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഭക്തിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി 74 വർഷത്തെ പഴക്കമുള്ള ആ പുസ്തകത്താളുകൾ മറിച്ച് വായന തുടരുകയാണ് ദേവിയമ്മ ഇന്നും ഒരു ചെറു പുഞ്ചിരിയോടെ. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.